തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ശാന്തസുന്ദരമായ ഒരു വിമാനയാത്രയാണ് രംഗം. ആ വിമാനത്തിൽ കുറേ പേർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, കുറേ പേർ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ പേർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ ലോകത്തിലാണ്. പെട്ടെന്ന് വിമാനം ആടി ഉലയാൻ തുടങ്ങി. പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. വളരെ കാറ്റും കോളുമുള്ള പ്രതികൂലമായൊരു സാഹചര്യത്തിലൂടെയാണ് വിമാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് യഥാസ്ഥാനങ്ങളിൽ ഇരിക്കുക. വിമാനം ആകെ ആടി ഉലയുകയാണ്. യാത്രക്കാരെല്ലാം ഭയചകിതരായി പരിഭ്രാന്തരായിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഒരു കുട്ടി, 8-10 വയസ്സുള്ളൊരു കുട്ടി, വളരെ കൂളായിട്ട് അവൻ്റെ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സഹയാത്രികൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, വിമാനം ഇങ്ങനെ ആടി ഉലയുന്നത് കണ്ടിട്ട് നിനക്ക് പേടിയൊന്നുമില്ലേ? ആ കുട്ടി പറഞ്ഞു, എനിക്കൊരു പേടിയും തോന്നുന്നില്ല. അന്നേരം ആ സഹയാത്രികൻ ചോദിച്ചു, അതെന്താ? അപ്പോഴാ കുട്ടി അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ വിമാനം ഓടിക്കുന്നത് എൻ്റെ അപ്പനാണ്. ഈ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ എൻ്റെ അപ്പനാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയും തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യമാണ്, ദൈവം നമ്മുടെ അപ്പനാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ചത് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചു. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ അങ്ങനെ തന്നെയാണ് താനും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ ഒരു ധൈര്യം നൽകുന്നത് ഈ ഒരു ബോധ്യമാണ്. ദൈവം എൻ്റെ അപ്പനാണ്. ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ലെന്നുള്ള ബോധ്യം, അത് നൽകുന്ന ഒരു സെൽഫ് എസ്റ്റീം, അത് നൽകുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് വളരെ വലുതാണ്. ഒരുപക്ഷെ ഇങ്ങനെ വേണേൽ ചിന്തിക്കാം, എൻ്റെ അപ്പൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ വ്യക്തി, ഒരുപക്ഷെ ടാറ്റായോ ബിർളയോ അംബാനിയോ അങ്ങനെ ആരുടെയെങ്കിലും മകനാണ് ഞാൻ ഇരുന്നെങ്കിൽ എനിക്ക് തോന്നാമായിരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്നാൽ ദൈവം എൻ്റെ അപ്പനാണെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ, ദൈവം എൻ്റെ സ്വർഗീയ അപ്പച്ചനാണെന്ന ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ലോകത്തിൽ ഭൗതികമായിട്ട് എനിക്ക് ധനവാനായ ഒരു അപ്പനുണ്ടായിരുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വലിയ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുമാറാകട്ടെ. ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവം എൻ്റെ അപ്പനാണ്. ആ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന ബോധ്യത്തിലൂടെ കടന്നു പോകുവാനും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. ദൈവത്തിനോട് ആലോചന ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. നമ്മൾ ദൈവമക്കളാണ്. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.